ആ പ്രവർത്തിക്കുന്നതോടൊപ്പം അതൊക്കെ സാധ്യമാകാൻ റബ്ബിന്റെ തൗഫീഖ് കൂടി വേണം. അതിന് സദാ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ അരുമ സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾക്കൊക്കെ മോഡലാകുന്ന വിധത്തിൽ മാതൃകായോഗ്യരായി നീ ഞങ്ങളെ മാറ്റണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് ആത്മാർത്ഥമായിരിക്കണമെങ്കിൽ നമ്മളത് ചെയ്യുന്ന ആളുകളായിരിക്കണം. അല്ലെങ്കിൽ ആ പ്രാർത്ഥന വൃഥാവിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിൽ നല്ല നല്ല വാക്കുകളാണ് കൽപ്പിക്കപ്പെടേണ്ടത്. അവിടെ ഖുർആൻ പാരായണം, ദിക്റുകൾ യഥാസമയത്ത് നിർവഹിക്കപ്പെടുന്ന വീടുകൾ, ദുആകളും ചിട്ടയോടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അതിന്റെ സമയത്ത് നടക്കണം. അനാവശ്യ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്ന വീടുകളായി മാറരുത്. ദുന്യാവ് മാത്രം ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് വ്യാകുലമായി ആകുലതയോടെ കഴിയുന്ന മെമ്പർമാരാവരുത് നമ്മുടെ വീട്ടിലെ മെമ്പർമാർ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാനുള്ള വിശ്വാസവും ഈമാനികമായ കരുത്തും ബലവും നേരിടുന്ന വിധത്തിൽ സഹിക്കുവാനുള്ള സഹനശക്തി നേടിയെടുത്തവരാകണം നമ്മുടെ മെമ്പർമാർ.